ഞാൻ കണ്ടിട്ടുള്ള പല മൈഗ്രെയിൻ രോഗികൾക്കും ഇത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പൊ തീരെ താല്പര്യം കാണിക്കാറില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിൽ വിളക്ക് കത്തിക്കുകയോ തിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾക്ക് അലർജി സിംറ്റംസ് കൂടുകയും ഇത് കാരണമുള്ള തലവേദനകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണ കാണാറുണ്ട്. കാലത്ത് കുളിച്ചെഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു 15 പ്രാവശ്യം തുമ്മൽ ഉണ്ട്, ആ തുമ്മൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആ ദിവസം മുഴുവൻ തലവേദനയാണ് എന്നെല്ലാം പറയുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇത്തരം ആളുകളിൽ മൈഗ്രെയിൻ തന്നെയാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് കൃത്യമായിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ളവര് സൈനസൈറ്റിസും മൈഗ്രെയിനും തമ്മിൽ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. പല ആൾക്കാരും പല ഡോക്ടേഴ്സിന് അടുത്ത് പോകുമ്പോൾ ചിലർ സൈനസൈറ്റിസ് ഉണ്ടെന്ന് പറയുന്നു, ചിലർ സൈനസൈറ്റിസ് ഇല്ല മൈഗ്രെയിൻ തന്നെയാണെന്ന് പറയുന്നു. ഇത് എക്സ്റേ എടുത്ത് നോക്കിയാൽ കണ്ടെത്താനാകുമോ, മരുന്ന് കഴിച്ചാൽ മാറുമോ എന്നെല്ലാം ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട്. ഫാമിലി ഹിസ്റ്ററിയിലും പേഴ്സണൽ ഹിസ്റ്ററിയിലും മറ്റും ഇത്തരം അലർജി ഉള്ള ആളുകളിൽ കൃത്യമായിട്ട് ഇടവേളകളിൽ തലവേദന വരുന്നതായിട്ടും തലയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു ഭാരം തോന്നുന്നതായിട്ടും പുകയോ പൊടിയോ അതല്ലെങ്കിൽ വിളക്കിന്റെ ചൂടോ മറ്റോ അടിക്കുമ്പോഴും ഇങ്ങനത്തെ സിംറ്റംസ് വളരെയധികം കൂടി നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലർക്കും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അലർജികൾ കാരണം അല്ലെങ്കിൽ അസുഖങ്ങൾ കാരണം ഇതൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. നിങ്ങളുടെ തലവേദന കാരണമോ അലർജി അസുഖങ്ങൾ കാരണമോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.